നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ സമസ്ത ഭാവങ്ങളും ആവാഹിച്ച മലയാള സിനിമയുടെ കപ്പിത്താനെന്ന് വിശേഷിപ്പിക്കാവുന്ന തീഷ്ണമായ ജീവിത യാഥാർത്ഥ്യങ്ങളെ പുണർന്ന സിനിമയിൽ നിന്ന് മറ്റൊരു വഴിത്തിരിവിലേക്ക് മാറുന്ന നമ്മുടെ സ്വന്തം ഇന്നസെന്റിനെ JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. ഇന്നസെന്റ് ഏട്ടാ, ഒരു പുതിയ അവതാരമായിരിക്കുള്ളൂ ഇപ്പം. എന്താ അത്? സിനിമയൊക്കെ വിട്ടിപ്പോൾ ജനമധ്യത്തിലാണിപ്പം. സംഭവം കലക്കി മറിക്കുമോ? എന്താ സംഭവം? കലക്കി മറിക്കോ എന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മളൊരു സ്ഥാനാർത്ഥിയായിട്ട് ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ നിൽക്കുകയാണ്. എന്ത് സംഭവിക്കുമെന്നുള്ളതിനെക്കുറിച്ചാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരിങ്ങനെ വീർപ്പൂട്ട് നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് ദിവസമായല്ലോ ഇപ്പം ജനങ്ങളുടെ ഇടയിൽ. എന്താ തോന്നണേ പൾസ്? അല്ല, പൾസ് ഒരു എന്തുകൊണ്ട് ഞാൻ വരുമ്പോൾ ഉണ്ടാവുന്നൊരു മാറ്റമാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വരുമ്പോൾ ഉണ്ടാവുന്നത് ഓരോ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും അവർക്കൊക്കെ ഞാൻ ആരാണെന്ന് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. എനിക്ക് അവരെ കാണുമ്പോൾ അവരെന്നെ വിഷ് ചെയ്യുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുമ്പോൾ എനിക്കറിയാം ഇയാളുടെ വോട്ട് എനിക്കാണെന്ന് അറിയാം. അവിടെയുള്ള കോളേജിലേക്കൊക്കെ ആദ്യത്തെ പോക്കെന്ന് ഞാൻ കേട്ടു. ഇപ്പം അതായത് പിള്ളേരെ കാണലാണ് ഇപ്പോൾ. അല്ല, അവർക്കൊക്കെ വോട്ടുണ്ട്. ഇപ്പോൾ +2 കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ വോട്ടുണ്ടെന്ന് തോന്നുന്നു എൻ്റെ അറിവ്. അപ്പോൾ അലീസേച്ചി പറഞ്ഞ് പോക്കത്ര ശരിയല്ല. അതായത് ഫസ്റ്റ് റൗണ്ട് പോയത് കോളേജുകളിൽ പിള്ളേരെ കാണാനാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു. അത് വഴിമുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഏർപ്പാടുകളാണ്. പക്ഷെ ഒരു ഗുണമുണ്ട്, ആ പിള്ളേരുമായിട്ട് ഇത്രയും സിങ്ക് ചെയ്യാൻ പറ്റുന്ന വേറെ ആളുണ്ടാവില്ല. അതായത് അവരിലൊരാളെ പോലെയാണ് ഇന്നസെന്റ് ഏട്ടനെ കാണുന്നത്. അല്ല, അതിൻ്റെ കാരണം അവർ എന്നെ ഒരുപാട് കാലമായിട്ട് ഒരു 25-28 വർഷമായിട്ട് അവരെന്നെ കാണുന്ന ആളുകളാണ്. ആ കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ഓർമ്മ വെച്ച കാലം മുതലേ അവരുടെ വീട്ടിലൊരു അംഗം പോലെയാണ് അവർക്ക് തോന്നുന്നത്. ഞാൻ പറയുന്ന തമാശകൾ നമ്മളുടെ അടുത്ത് വളരെ ഫ്രീ ആയിട്ട് അവർ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും കൈ പിടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തുടക്കത്തിലൊക്കെ, ഇപ്പോഴല്ലേ ഞാൻ പറയുന്നത്, കുറച്ച് കാലങ്ങൾക്കൊക്കെ മുമ്പ് ഇതെന്താ ഇങ്ങനെ എന്ന് തോന്നിയിരുന്നു. പിന്നീടാണ് നമുക്ക് അതിനെപ്പറ്റി മനസ്സിലായത്. അവരുടെ വീട്ടിലൊരു അവരെപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മളവരെ കണ്ടില്ലെങ്കിൽ. അപ്പോൾ ഇതൊക്കെ കോളേജിൽ ചെല്ലുമ്പോഴും ഇതൊക്കെ തന്നെയാണ്. ഇന്നസെന്റ് ഏട്ടനൊരു കോളേജ് സന്ദർശിച്ച ശേഷം പിന്നീട് ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ ഈ പിള്ളേരെല്ലാം ഇന്നസെന്റ് ഏട്ടനോട് നിൽക്കുന്ന പടങ്ങളാണ്. അതെ, അത്രത്തോളം പ്രിയങ്കരനാണ് താങ്കൾ അവർക്ക്. അത്രത്തോളം പ്രിയങ്കരന് ആണ് എന്ന് നമുക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമല്ലേ. കുറേ ആളുകൾ നമ്മൾ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് തന്നെ. സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്കുള്ളൊരു വഴിമാറൽ കേരളത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സമീപകാല ചരിത്രത്തിൽ ഇത്രത്തോളം പ്രകടമായ പ്രസക്തമായിട്ട് ഒരു വഴിമാറ്റം ആദ്യമായിട്ടാണ്. അല്ല, ഞാൻ വളരെ പണ്ടേ ഞാൻ ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ കൗൺസിലറായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് അതിൽ നിന്നൊക്കെ മാറി പിന്നെ രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഉപജീവനം എന്ന് പറയുന്നത് എൻ്റെ ഒരു സെക്കൻഡ്, അത് സംബന്ധിച്ച് ആർക്കും എന്തോ പറയാനുണ്ടോ നോക്കട്ടെ ആരാണെന്ന്. ഇന്നസെൻ്റ് രാഷ്ട്രീയത്തിൽ ശോഭിക്കുന്നുള്ള പരിപൂർണ വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം സിനിമാ അഭിനയത്തിലേക്ക് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് ഇന്നസെൻ്റ് രാഷ്ട്രീയ കക്ഷിയുടെ ഒരു ഭാഗമായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ആ രാഷ്ട്രീയ കക്ഷിയിൽ എന്നെയും കൂടിയും ചേർത്ത ഒരു കക്ഷി കൂടിയാണ് ഇന്നസെൻ്റ്. അപ്പോൾ ഒരു ഓർഗനൈസിങ് കപ്പാസിറ്റി അന്നേ ഇന്നസെൻ്റ് ഉണ്ട് എന്നുള്ള കാര്യം ഇന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് പരിപൂർണ ബോധ്യം വരുന്നുണ്ട്. സിനിമാ അഭിനയത്തിലേക്ക് വരുന്ന തൊട്ട് മുമ്പുണ്ടായിരുന്ന സംഭവവികാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നസെൻ്റ് ഇരിങ്ങാലക്കുട മുനിസിപ്പൽ കൗൺസിലറായിട്ട് ഒന്ന് ഫൈറ്റ് നോക്കി. വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഫൈറ്റ് നോക്കുകയും ചെയ്തു, കൗൺസിലറായിട്ട് ജയിക്കുകയും ചെയ്തു. സിനിമാ അഭിനയത്തോട് വന്നതോടുകൂടി ആ കൗൺസിലർഷിപ്പ് അങ്ങോട്ട് പോയി കിട്ടി. ഇവിടെ രാഷ്ട്രീയ മിഴിവിലും കഴിവിലും സംഘാടക ശേഷിയിലും താങ്കളുടെ പഴയ സുഹൃത്ത് മോഹൻ ഇപ്പോഴും സുഹൃത്തായി തന്നെ നിൽക്കുന്നുണ്ട്. വളരെ ഞാനിപ്പോഴും വിളിച്ചിരുന്നു, ഞാൻ ഈ ഇലക്ഷന് നിൽക്കുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ അയാൾ എല്ലാ ഭാവങ്ങളും നേരുന്നു. മോഹൻ ഇപ്പോഴും RSP ആണോ? മോഹൻ RSP ഒന്നുമല്ല, അന്ന് ഞാൻ വെറുതെ വിളിച്ചുകൊണ്ട് പോയി കൊണ്ടിരുത്തിയതാണ് മോഹൻ. ആള് തികയാണ്ടായപ്പോൾ വിളിച്ചുകൊണ്ട് മോഹൻ എന്നോട് പറഞ്ഞ ആവശ്യമില്ലാത്ത എനിക്ക് മോഹൻ ഇത് പറഞ്ഞപ്പോഴാണ് മോഹനോട് ചോദ്യം ചോദിച്ചു. അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി KK കുമാരപിള്ള, അദ്ദേഹം ഇന്നില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, മിസ്റ്റർ മോഹൻ, എന്താണ് നിങ്ങൾക്ക്
ഈ പാർട്ടിയിലേക്ക് വരാനുള്ള ഒരു താല്പര്യം എന്ന് ചോദിച്ചു. എന്തുകൊണ്ടാണ് അതൊന്ന് പറയണം എന്ന് പറഞ്ഞു. ആ വഴിക്ക് മോഹൻ എന്നെ ഒരു നോട്ടം നോക്കി. ആ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം പറഞ്ഞു മേലിൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞു. കാരണം ഇങ്ങനെ ഒറ്റ ചോദ്യങ്ങളും ചോദിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അയാളെ വിളിച്ചുകൊണ്ട് വന്നത്. പക്ഷേ ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ് സെക്രട്ടറി അടുത്ത് പറയാൻ പറ്റുമോ? എന്താ പറയുക, ഇതുപോലെ ഏക ഛത്രപതിയായിട്ട് ഈ സിനിമാക്കാരുടെ ഇടയിൽ വാഴുന്ന വേറൊരാളുണ്ടാവില്ല. ഒന്നാമത് ഈ സിനിമാക്കാരെയെല്ലാം കൂട്ടി യോജിപ്പിക്കാൻ ഒരാൾക്ക് കഴിയുന്നു എന്ന് പറയുന്നത് ഒരു ദൈവികമായ ശക്തിയായിട്ടാണ് ആൾക്കാർ കാണുന്നത്. എന്താ കാരണം, ഇൻസെൻ്റായിട്ട് അറിയാലോ, ഇത്രത്തോളം കോപവും ഈഗോയും ദുരഭിമാനവും ആത്മാഭിമാനവും ഒക്കെയുള്ള ഒരു വിഭാഗം വേണം ലോകത്തുണ്ടാവില്ല. ഉണ്ടോ? അങ്ങനെ തീർത്തും പറയാൻ പറ്റില്ല. കാരണം അതിനേക്കാളും ഒക്കെ വലിയ വലിയ പാമ്പുകൾ രാഷ്ട്രീയത്തിൻ്റെ അകത്ത് ഉണ്ട്. എന്തായാലും ഈ രാജവെമ്പാല, മൂർഖൻ, അണലി, വാളം, പല പല തരത്തിലുള്ള ഇനങ്ങളുള്ളതാണ് എല്ലാം കൂടി ഉള്ളതാണ് ഞങ്ങളുടെ. അപ്പോൾ ഈ സംഘടനയെ ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നസെൻ്റ് ഏട്ടൻ പെട്ടെന്ന് രാഷ്ട്രീയത്തിൽ സ്ഥാനാർത്ഥിയായി വരുന്നു. ഒരുപക്ഷെ ആ സംഘടന ചില ആൾക്കാർക്കൊരു സംശയം തോന്നും, എന്തിനാണ് ഇന്നസെൻ്റ് ഏട്ടൻ അങ്ങനെ പോയത്? ഞങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ട് ആ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിൽക്കുമ്പോൾ ഇന്നസെൻ്റ് ഒരു മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിയാകുമ്പോൾ അത് ഞങ്ങൾ എങ്ങനെ അതിനെ എടുക്കും എന്നൊരാശങ്കയുള്ള വിഭാഗം അമ്മയിലുണ്ട്. ഇപ്പോൾ ഉണ്ടാവാം. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആ ആശങ്കയുടെ ഒരു പ്രതിഫലനം ഞാൻ കാണിച്ചു തരാം. വരട്ടെ. ഇന്നസെൻ്റ് ഏട്ടൻ സിനിമയിൽ എന്നെ സ്ഥിരമായിട്ട് വിളിക്കുന്ന ഒരാൾ, എന്തെങ്കിലും അത്യാപത്തുകൾ വന്നാൽ ഓടിയെത്തുന്ന ഒരാളാണ്. എൻ്റെ കുടുംബത്തിലായാലും ശരി, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലായാലും ശരി, എന്തിനൊരു സഹോദരൻ്റെ സ്ഥാനത്ത് നിന്ന് കാണുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ വളരെ സന്തോഷം കൊണ്ട് ഇപ്പോൾ അദ്ദേഹം ചാലക്കുടിയിൽ മത്സരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരു വ്യക്തമായിട്ടുള്ളൊരു രാഷ്ട്രീയമുണ്ടെന്ന് ഇന്നസെൻ്റ് ഏട്ടന് അറിയാം. അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് ഇന്നസെൻ്റ് ഏട്ടന് വേണ്ടിയിട്ട് പബ്ലിക്കിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല എങ്കിലും എതിര് വർക്ക് ചെയ്യാനും എന്നെക്കൊണ്ട് സാധിക്കില്ല. വ്യക്തമാക്കി. ഒരാളുടെ രാഷ്ട്രീയം കളഞ്ഞു കുളിച്ചു ഇന്നസെൻ്റ് ഏട്ടൻ. അങ്ങനെയില്ല. അത് രാഷ്ട്രീയത്തിൻ്റെ അപ്പുറത്തൊരു സൗഹൃദം അയാൾക്കുണ്ട്. ആ സൗഹൃദം കൊണ്ടാണ് അദ്ദേഹം സലീം കുമാർ എന്ന് പറയുന്നത്. സലീം കുമാറിൻ്റെ കുട്ടിയെ എഴുത്തിനിരുത്തിയത് ആദ്യം അക്ഷരം എഴുതിപ്പിച്ചത് ഞാനാണ്. ആ നന്ദി അവൻ കാണിച്ചു. നന്ദി കാണിച്ചൊന്നുമല്ല, എൻ്റെ വീട്ടിൽ ആ കുട്ടിയെ കൊണ്ട് അക്ഷരം എഴുതിക്കാൻ വേണ്ടി വരുമ്പോൾ ആലീസ് എന്നോട് പറഞ്ഞതാണ്, നിങ്ങൾ ആദ്യം ആ എഴുതുന്ന അക്ഷരം നിങ്ങളൊന്ന് എഴുതി പഠിക്കാനായിട്ട്. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് അയാളെ ആ കുട്ടിയെ പെണ്ണു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹത്തെ കാണുമ്പോൾ ഇദ്ദേഹമുള്ള ഷൂട്ടിങ്ങിൽ ചെല്ലുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം ആ കുട്ടി തോറ്റാവോ, അങ്ങനെ എങ്ങാനുണ്ടെങ്കിൽ ഇയാൾ ഭയങ്കര കുഴപ്പമുണ്ടാക്കില്ല. അപ്പോൾ എന്തായാലും അവൻ ഭയങ്കര മിടുക്കനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, നീ സലീം മഹാരാജ് കോളേജിലല്ലേ പഠിച്ചത്, അവിടെയുണ്ടല്ലോ ഒരുപാട് പ്രൊഫസർമാരും കാര്യങ്ങളൊക്കെ, അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ പോരെ? അപ്പോൾ പറഞ്ഞത്, എനിക്ക് പുസ്തകത്തിലുള്ളതിനേക്കാളും കൂടുതൽ പുറമേ നിന്ന് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ചേട്ടനെ കൊണ്ടേ എനിക്ക് ഇത് എഴുത്തിനിരുത്താൻ താല്പര്യം എന്ന് പറഞ്ഞു. എനിക്കത് വലിയ സന്തോഷമായി. എന്തായാലും സലീം കുമാർ ഒരു കാര്യം ചെയ്തു. സാധാരണഗതിയിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ സലീം കുമാർ അവിടെ UDF-ന് വേണ്ടിയിട്ട് ക്യാമ്പയിൻ നടത്തുമായിരുന്നു. അതെ അതെ. പക്ഷേ ഇന്നസെൻ്റ് ഏട്ടനായതുകൊണ്ട് തന്നെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ബന്ധം, ആ ഒരു സാമീപ്യം ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അദ്ദേഹം ആ ഭാഗത്തേക്ക് വരുന്നില്ല. ഞങ്ങളമ്മ സംഘടന അതിനകത്തൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ഇവരോടും കൂടെ ചോദിക്കും. പലപ്പോഴും പല സംശയങ്ങളും എല്ലാം നമുക്കറിഞ്ഞൊന്നും വരില്ല. അതൊക്കെ അവർ കൃത്യമായിട്ട് പറയും. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് അമ്മ നേരത്തെ ചോദിച്ചില്ല, കുറേ വർഷങ്ങളായിട്ട് നമ്മളെല്ലാവരോടും ഒരു പെരുമാറ്റമാണ്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ കുറേ നാൾ നമ്മളെ സംസാരിക്കുമ്പോഴും കാണുമ്പോഴും നുണ പറയുകയാണെങ്കിലും ഒക്കെ മനസ്സിലാവും. കുറേ നാൾ കഴിയുമ്പോൾ ഇയാൾ പറയുന്നത് ശരിയാണ്, അങ്ങനെ ശരിയാണ്, ഇഷ്ടം കൊണ്ട് മാറി നിൽക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇന്നസെൻ്റ് ഏട്ടൻ്റെ പേര് മിക്കവാറും കഴിഞ്ഞൊരു 2-3 തെരഞ്ഞെടുപ്പുകളിൽ ഇങ്ങനെ എപ്പോഴും കേട്ടുകൊണ്ടിരുന്നതാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇന്നസെൻ്റ് ഒരു പ്രോബബിൾ കാൻഡിഡേറ്റായിട്ട് എപ്പോഴും പത്രങ്ങളിലുണ്ടായിരുന്നു, ടെലിവിഷൻ ഉണ്ടായിരുന്നു. അന്നൊന്നും താങ്കൾ ആ ഒരു ചാട്ടത്തിന് മുതിർന്നില്ല. ഇല്ല. ഇന്നെന്തുകൊണ്ട് താങ്കൾക്ക് തോന്നി, അതായത് ഗോദയിൽ ഇറങ്ങണം?
ഇന്ന് ഗോതയിൽ ഇറങ്ങണം എന്ന് പറഞ്ഞതിൻ്റെ ഒരു പ്രധാന കാര്യം, ഞാൻ നേരത്തെ പണ്ട് രാഷ്ട്രീയം ഉണ്ടായിരുന്നു, രാഷ്ട്രീയ ജീവിയാണ് താങ്കൾ. ആ രാഷ്ട്രീയം നമ്മുടെ മനസ്സിൻ്റെ അകത്തുള്ളത് കൊണ്ടാണ് അന്നൊരു മുനിസിപ്പൽ കൗൺസിലറായതൊക്കെ കാലങ്ങൾ. അപ്പോൾ ആ സമയത്തൊക്കെ പണത്തിൻ്റെ എനിക്കൊരു ജോലിയോ കാര്യങ്ങളോ ഇല്ല, അത്യാവശ്യം കുറച്ച് കാശൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ പല പ്രാവശ്യവും അസംബ്ലി ഇലക്ഷന് എൻ്റെ പേര് നിർദ്ദേശിക്കുകയും ഞാൻ തന്നെ നിരസിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പം ബിട്ടാസ് പറഞ്ഞതുപോലെ വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറയാനുള്ളൊരു കാരണം ഇതിനൊക്കെ ഒരു നല്ല മനസ്സുണ്ടാവണം. ഏത് രാത്രിയിലും ആരും നമ്മളെ വിളിച്ചാൽ നമ്മൾ അവിടെ ഉണ്ടാവണം. അയ്യോ നേരം വിളിക്കട്ടെ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ളൊരു മനസ്സൊക്കെ പാകം വന്നതിന് ശേഷമേ ഇതിനിറങ്ങാൻ പാടുള്ളൂ എന്ന് എനിക്ക് തോന്നി. അതെന്തുകൊണ്ട് ഇപ്പോൾ എനിക്കിങ്ങനെ തോന്നി എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കുറച്ചു കാലം അസുഖമായി കിടന്നത് അറിയാമോ. ഒരു 1.25 വർഷം സുഖമില്ലാതെ, ക്യാൻസറായിട്ട് സുഖമില്ലാതെ കിടന്നിരുന്ന കാലത്ത് ഞാൻ ചെയ്ത കാര്യങ്ങളെപ്പറ്റി ഞാൻ തന്നെ മനസ്സിൽ വിലയിരുത്തി. ആ വിലയിരുത്തിയപ്പോൾ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഏതൊക്കെയോ ഈ പറഞ്ഞ പോലെ ഒരു പെയിൻ ആൻഡ് പാലറ്റീവിൻ്റെ പാറ്റേണാണ് ഞാൻ. അതിനുവേണ്ടി നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ട് ഇന്നസെന്റേട്ടാ. ആ ഒരു സംഭവത്തിലേക്ക് വരുന്നുണ്ട്. ഇന്നസെന്റിനെ തളർത്താൻ ശ്രമിച്ചിട്ടും ഇന്നസെന്റിനെ തളരാൻ കൂസാക്കാത്ത ആ ഒരു ഘട്ടത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അപ്പോൾ താങ്കൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള പക്വത, പാകത, സമയം, സജ്ജത എല്ലാം ആയി കഴിഞ്ഞു. ഇനി ജനസേവനമാകാം. ഇനി ജനസേവനമാവണം. അത് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ അങ്ങനെ ജനസേവനമൊക്കെ ആവണം. ശരിക്കും ജനസേവനം എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ വേറെ പലതും മനസ്സിലുണ്ടാവാൻ പാടില്ല. കുറെ പണവും കൂടി നമുക്ക് അതിന് ഉണ്ടാക്കണം. സ്വന്തമായ താല്പര്യങ്ങൾ ഇനി ഇവിടെ ഇല്ല. ഇനിയില്ല. ഒരാളും കൂടി എന്തോ സംസാരിക്കാൻ വേണ്ടി വെമ്പിരിക്കുന്നത് നോക്കാം. നമുക്ക് ആരാണ്? പുതിയൊരു വേഷത്തിൽ കൂടി കടക്കാൻ പോകുന്നു എന്നറിഞ്ഞു. പാർലമെൻറ്റിൽ ചെന്നാലും അമ്മയിലെ അംഗങ്ങളെ ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ, വഴക്കടിക്കുകയും ചെയ്യുന്നവരെല്ലാം നിലയ്ക്ക് നിർത്തുന്നത് പോലെ പാർലമെൻറ്റിൽ ചെന്നാലും അങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നറിഞ്ഞാൽ കൊള്ളാം. പുള്ളിക്കാരത്തി അങ്ങ് എത്തിക്കഴിഞ്ഞു. എൻ്റെ കഞ്ഞി മുട്ടിക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നത്. കാരണം അവിടെ പോയി ഇതൊക്കെ നമ്മളായിട്ട് വളരെ അടുപ്പവും കാര്യങ്ങളുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. എനിക്കൊരു സജഷൻ ഉണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇന്നസെൻ്റ് ഏട്ടൻ പാർലമെൻറ്റിലെത്തും, ലോകസഭയിലെത്തും, അവിടുത്തെ പച്ച സീറ്റിലിരിക്കും. ഇരുന്ന് കഴിയുമ്പോൾ ഒരുപക്ഷെ താങ്കളുടെ സംഘടനാ പാഠവും എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ആ സിദ്ധിയും മനസ്സിലാക്കി വേണേൽ താങ്കളെ ലോകസഭ സ്പീക്കറാക്കാവുന്നതാണ്. വേണമെങ്കിൽ അത്രയും വേണോ? ആ പിള്ളേർ ചിരിക്കുക. അതെന്താ ശരിയാവില്ലേ? അവർക്കെല്ലാം സമ്മതമാണ്. ആണോ? എന്താ കാരണം അറിയോ? ഇന്ന് ലോകസഭയെ ഗ്രസിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ചേരുന്നതിനേക്കാൾ കൂടുതൽ ചേരാതിരിക്കുകയാണ്. ഓരോ ദിവസം ചേരും, അടിച്ച് പിരിയും. ഒരുപക്ഷെ താങ്കൾ ഈ പറഞ്ഞ രാജവെമ്പാലേനെയും മൂർഖനെയും ഈ അണലിനെയൊക്കെ കൈകാര്യം ചെയ്ത് ഈ അമ്മയുടെ ഈ നേതൃസ്ഥാനത്ത് ഒരു പതിറ്റാണ്ടിലേറെയായി തുടർന്നുകൊണ്ട് ഈ സിദ്ധിയെക്കുറിച്ച് ഒരുപക്ഷെ അവിടെയുള്ള ആൾക്കാർക്കെങ്കിലും ഒരു ധാരണ കിട്ടിയാൽ മിക്കവാറും സ്പീക്കറുടെ പീഠത്തിലേക്ക് താങ്കളെ അവരവരോഹിക്കും. മോഹിപ്പിക്കരുത്. അല്ല, എനിക്ക് ഈ പറഞ്ഞതുപോലെ ഞാൻ പൊങ്ങി സ്പീക്കർ വരെ എത്തിയിട്ട് പിന്നെ അവിടുന്ന് താഴ്ത്തിക്ക് ഒരു ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമായി പോകും. വേണ്ട, വിട്ടേക്ക്. എന്തായാലും അവരെ ഈ പറഞ്ഞതുപോലെ നമ്മളെ ഒരു സൗഹൃദ ബന്ധവും കാര്യങ്ങളും, നമ്മൾ സൗഹൃദമായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ജയിച്ചു പോകുന്ന ആളുകൾ അവരുമായിട്ട് അവിടെ ഉള്ള മന്ത്രിസഭയിലുള്ള ആളുകളായിട്ടുള്ള ഒരു ബന്ധവും അടുപ്പമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ചില കാര്യങ്ങൾ നടക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, വെള്ളം, അത് ഇത് ചെയ്യാനൊക്കെ വല്ല ഫണ്ടുകൾ ഉണ്ടെങ്കിൽ. പഴയ പോലെ ഇന്ന് നെറ്റ്വർക്കിങ്ങിൻ്റെ കാലഘട്ടമാണ്. എങ്ങനെയാണ് ആൾക്കാരുമായിട്ട് സൗഹൃദം? ഇന്നസെൻ്റ് ഏട്ടാ, ഇപ്പോൾ താങ്കളൊരു വാചകം പറഞ്ഞു, വളരെ പ്രസക്തമായൊരു കാര്യമാണ്. എല്ലാ കാലഘട്ടത്തിലും എപ്പോഴും ഏവർക്കും ഒരു രാഷ്ട്രീയമുണ്ട്. താങ്കൾക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്നു. താങ്കൾ സജീവ രാഷ്ട്രീയത്തിൽ ഒരുപാട് കാലം പ്രവർത്തിച്ച ആളാണ്. എനിക്ക് തോന്നുന്നു താങ്കളുടെ പിതാവ് തന്നെ ഒരു ഇടതുപക്ഷക്കാരൻ അല്ലെങ്കിൽ ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. പക്ഷെ താങ്കൾ RSPയിലേക്ക് എത്തി. അതിനൊരു കാരണം ഉണ്ടാകാൻ വേണേൽ. എന്തായാലും RSP എന്നൊരു ഇടതുപക്ഷ പാർട്ടിയായിരുന്നു. ഇന്ന് RSP UDFലാണ്, താങ്കളുടെ പഴയ പാർട്ടി. അതെ, അതിനെക്കുറിച്ചൊന്നും പറയാനില്ലേ? അല്ല, ഇന്നിപ്പോൾ RSP UDFലാണ്. അതൊക്കെ ശരി. ഞാൻ പക്ഷേ RSP എന്ന് പറയുന്നത് ആകെ 2 കൊല്ലമേ ഉള്ളൂ. 2 വർഷമേ ഉണ്ടായിരുന്നു. ഞാൻ ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ ഇലക്ഷൻ നിൽക്കുമ്പോൾ സ്വതന്ത്രനായിട്ടാണ് ഞാൻ ഇലക്ഷൻ. ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് മാത്രമേ ഉള്ളൂ, ഡിപ്ലോമ പോലും പഠിക്കുക. അപ്പോൾ ഇന്ന് ആ പാർട്ടി UDF പാളയത്തിലേക്ക് പോയതിനെക്കുറിച്ച് ഒരു പക്ഷേ
ഇന്നസെൻ്റ് ഏട്ടനെ വേണമെങ്കിൽ എന്തെങ്കിലും പ്രതികരിക്കാവുന്നതാണ് വേണമെങ്കിൽ. അയ്യോ, ഞാനത് നമ്മൾ തന്നെ അതിനുള്ള പ്രാപ്തനായിട്ടില്ല. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കയറി പറഞ്ഞ് വീണ്ടും പ്രശ്നങ്ങൾ താങ്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ താങ്കൾക്ക് അറിയാവുന്ന താങ്കൾക്ക് കൈയൊതുക്കമുള്ള കാര്യങ്ങൾ മാത്രമേ അഭിപ്രായം പറയുള്ളൂ. അതെ, അതാണ് നല്ലത്. അല്ലെങ്കിൽ വലിയ കുഴപ്പമാണ്. ഇപ്പോൾ നിങ്ങൾ ഫിസിക്സോ അല്ലെങ്കിൽ സയൻസിനെ പറ്റിയിട്ട് എന്നോട് കാര്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും വിഡിത്തം പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം കുഴപ്പമായി പോകില്ല. താങ്കളുടെ വളരെ അടുത്തൊരു സുഹൃത്തും അഭ്യുദയകാംക്ഷ ഒരാളോട് ഞാൻ ചോദിച്ചു, സിനിമാ നടനാണ്, അല്ല ഇന്നസെൻ്റ് ഏട്ടൻ ഇങ്ങനെ കുറേ കാലം രാഷ്ട്രീയത്തിലൊന്നും ഇല്ലാതെ വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു, മിണ്ടിപ്പോരുത്, പുറത്ത് കാണുന്ന രാഷ്ട്രീയത്തെക്കാൾ വലിയ രാഷ്ട്രീയമാണ് അവിടെ അമ്മയെ കളിച്ചുകൊണ്ടിരുന്നത് എന്ന് വെച്ചാൽ ഇവന്മാരെ എല്ലാം വരുതി നിർത്താന്ന് പറഞ്ഞാൽ ചില്ലറ രാഷ്ട്രീയമല്ല, അത്രയും രാഷ്ട്രീയം പയറ്റിയ ആൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയമല്ല ഇന്റർനാഷണൽ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെയും പറഞ്ഞു. ആളുടെ പേരൊന്നും ചോദിക്കരുത്, ഞാൻ പറയില്ല. അദ്ദേഹത്തോട് അങ്ങനെ വാത്സല്യം കൂടേണ്ട കാര്യമില്ല. അതുകൊണ്ട് വേണ്ട. അല്ലല്ല, നമുക്ക് അല്ല നമ്മളെങ്ങനെ ഇപ്പോൾ എന്നെ അടുത്ത് പല ബിട്ടാസ് പറയുമ്പോൾ പലക്ക് തോന്നുന്നത് എങ്ങനെയാണ് ഇവരെ കൊണ്ട് നടന്നതെന്നുള്ളൊരു ഇതാണ്. 14 വർഷമായി. ആദ്യം തന്നെ നമുക്ക് പ്രധാനമായിട്ടുള്ളത് ഈ ഇരിക്കുന്ന കസേരയോട് വലിയ താല്പര്യമില്ല. എപ്പോൾ വേണമെങ്കിൽ ഈ കസേരയിൽ ആർക്കും വന്നിരിക്കാം എന്നുള്ള നിലപാടിലാണ് എൻ്റെ ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ ഞാൻ ഇത്രയും കാലം ഉണ്ടായത്. കസേര ഉറപ്പിക്കണമെങ്കിൽ ഞാൻ ഇതിലുള്ള ഓരോരുത്തരുടെയും കാല് പിടിച്ച് നടക്കേണ്ടി വരും നെക്സ്റ്റ് ഇലക്ഷൻ വരുമ്പോഴേ. അപ്പോൾ നമ്മൾ അങ്ങനെ കസേരയ്ക്ക് വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ ഇരുന്നിട്ടില്ല. അപ്പം ഞാൻ ഇല്ല എന്ന് പറഞ്ഞാലും ആ കസേരയിൽ എന്നെ ഇവർ കൊണ്ടിരുത്തുകയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. അതൊരു പക്ഷേ എൻ്റെ സ്വഭാവമായിരിക്കാം. അല്ല ഇന്നസെൻ്റ്, അതൊരു അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ബാക്കി എല്ലാ സംഘടനകളിലും സിനിമാ സംബന്ധമായിട്ടുള്ള കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ സംഘടനകളിലും തീവ്രമായിട്ടുള്ള പോരാട്ടങ്ങളും തെരഞ്ഞെടുപ്പും നടക്കുമ്പോൾ ഇവിടെ മാത്രം താങ്കളുടെ സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരു തർക്കം അവിടെ ഇല്ല. അത് താങ്കൾക്ക് സംവരണം ചെയ്ത സീറ്റാണെന്നാണ് അമ്മയിലെ മെമ്പർമാർ വിചാരിക്കുന്നത്. അതെ. പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഞാൻ ഈ സമയമാകുമ്പോൾ ഇലക്ഷൻ സമയമാകുമ്പോൾ ഞാൻ പറയും എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ മാറി നിൽക്കുക, നിങ്ങളെല്ലാവരും കൂടി എന്നെ പിടിച്ചുകൊടുത്ത് ആൾക്കാർക്ക് മനസ്സിലാവും ഇതൊരു കള്ളത്തരാണ്. ഞാൻ അവസാനം പറഞ്ഞു അവരെടുക്ക് ഇനി ഞാനില്ല, നിങ്ങളിത് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറിപ്പോവാറുണ്ട്. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പക്ഷേ എനിക്ക് ഈ അസുഖവും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇതിൻ്റെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് അതിൻ്റെ ഒരു സുഖം മനസ്സിലായത്. കാരണം രോഗത്തിനെ പറ്റി ചിന്തിക്കാൻ നമുക്ക് സമയം കിട്ടില്ല. നമുക്ക് നമ്മുടെ പ്രശ്നം നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും. രോഗം ഈ പറഞ്ഞ പോലെ ആക്രമിക്കാൻ നോക്കുമ്പോൾ ഇവിടെ അതിനേക്കാളും വലിയ പ്രശ്നമായിട്ട് ഇപ്പുറത്ത് മോഹൻലാലും അപ്പുറത്ത് ജയറാമും ഇപ്പുറത്ത് മമ്മൂട്ടി നിന്ന് യുദ്ധം ചെയ്യുന്ന സംഭവങ്ങളാണ്. പിന്നെ രോഗം ക്യാൻസർ പിന്നെ എന്ത് ചെയ്യും, പാവം അവരും കഷ്ടപ്പെട്ടു. ഇവരുടെ യുദ്ധത്തിന് മുമ്പിൽ ക്യാൻസർ ഒന്നുമല്ല. പക്ഷേ ഇനി താങ്കൾക്ക് അമ്മയെ കുറച്ചു കാലം അനാഥമാക്കേണ്ടി വരും. അവിടെ എന്നെക്കാളും നല്ല മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഇത് കൊണ്ടു നടക്കാനുള്ളൊരു ഭയം കൊണ്ട് മാറി നിൽക്കുന്ന ആളുകളാണ്. അമ്മയെ ഡൈവോഴ്സ് ചെയ്യുന്നതിനെക്കുറിച്ച് താങ്കൾ ഡൈവോഴ്സ് ചെയ്യുന്നതിനെക്കുറിച്ച് സജീവമായി ആലോചിക്കുന്നുണ്ട്. അതായത് ഇനി എന്തായാലും താങ്കൾ MP ആയി കഴിഞ്ഞാൽ അമ്മ എന്നുള്ള ആ ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്ത് നിൽക്കാൻ പറ്റുമോ? അല്ല, ഞാനിപ്പോൾ ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടനയുടെ ഞങ്ങളുടെ ഓഫീസ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ്. ഈ 14 വർഷത്തിൻ്റെ ഇടയിൽ ഒരു 10 പ്രാവശ്യം ആണ് ആകെ ഞാൻ ആ ഓഫീസിലേക്ക് പോയിട്ടുണ്ടാവുക. അതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം ഇന്നത്തെ ടെക്നോളജി കാര്യങ്ങൾ പറയാ, ഇത് വെറുതെ അവിടെ വരെ കാർ ഓടിച്ച് പോകുക അല്ലെങ്കിൽ ട്രെയിനിൽ അവിടെ വരെ കഷ്ടപ്പെട്ട് പോകുന്നില്ല. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സംഘടനയിലുള്ള ആളുകളെ വിളിച്ച് സംസാരിക്കണം, കാര്യങ്ങൾ തീരുമാനിക്കണം. ഇന്നസെൻ്റ് ഏട്ടൻ്റെ ഒരുപക്ഷെ ഈ ക്രൈസ്തവ കുടുംബങ്ങളിൽ നിന്ന് ഇടതുപക്ഷ ധാരയിലേക്ക് ആദ്യകാലത്തൊന്നും അധികം പേര് വന്നിരുന്നില്ല. സ്വാഭാവികമായിട്ടും ആൾക്കാർ വന്നിരുന്നു, പക്ഷേ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്നത് പോലെ അത്ര ഒരു കുത്തൊഴുക്ക് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുണ്ടായിരുന്നില്ല ഇടതുപക്ഷ ധാരയിലേക്ക്. പക്ഷെ താങ്കളുടെ പിതാവ് അന്നും വ്യക്തമായൊരു രാഷ്ട്രീയമുള്ള ഒരാളായിരുന്നു. അത് താങ്കളെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ താങ്കളുടെ കാഴ്ചപ്പാടിൽ? അല്ല, എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ പിതാവാണ് റഷ്യൻ വിപ്ലവം, അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പുസ്തകങ്ങളിൽ നിന്നല്ല പഠിച്ചത്. അതൊക്കെ എൻ്റെ പിതാവ്, എൻ്റെ അപ്പനാണ് എനിക്ക് ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൻ്റെ ഒരു ഹരം എന്ന് പറയുന്നത് വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചു. കുറച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ ഒരു കുട്ടാപ്പ് മൂശാരി, അതുപോലെ തന്നെ 2-3 ഒരു ചാത്തുമാഷ്, ഇവരൊക്കെ ആയിട്ട് രാത്രി കാലങ്ങളിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്.
എൻ്റെ അപ്പൻ രാത്രി കാലങ്ങളിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി പോവും അവിടെ. ഓ, പാർട്ടി ക്ലാസ്. ആ ക്ലാസ് എടുക്കാൻ പോയി വരുമ്പോൾ 1 മണിയൊക്കെ ആവും. 12-1 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ തേങ്ങിക്കരച്ചിൽ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം എന്താ ഉണ്ടാവുക എന്നുള്ളൊരു പേടി, ഭയം അന്നുണ്ട്. കാരണം അന്ന് ക്രിസ്ത്യാനികൾ എന്ന് ഞാൻ അതിനാ പറയുന്നത്, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ ഒരു പാലത്തിങ്കൽ മാഷും എൻ്റെ അപ്പനൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ മാപ്രാണം എന്ന് പറയുന്ന സ്ഥലത്ത് പീനിക്കൽ ഓനപ്പേട്ടൻ, അതുപോലെ ജോർജ് ഏട്ടൻ, അദ്ദേഹം മരിച്ചുപോയി, സണ്ണി, യാക്കോബ്, ഇങ്ങനെയുള്ള ആളുകൾ. അവിടെ ഒരു ആ മാപ്രാണത്തുണ്ടായിരുന്ന കട വരെ ഒളിഞ്ഞു പോയത് എൻ്റെ കമ്മ്യൂണിസം കൊണ്ടാണ്. വരുന്ന ആളുകൾക്ക് സാധനം കൊടുക്കുക, കാശ് മേടിക്കലല്ല പ്രധാനം, അവരെ കമ്മ്യൂണിസം എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ അതിൽ വലിയ സംതൃപ്തി അപ്പൻ കണ്ടിരുന്നു. ഒരു മനസ്സുഖം. രാത്രി ഉറങ്ങുമ്പോൾ പോലും അപ്പം പതുക്കെ പെട്ടെന്ന് ഉറക്കത്തിൽ സ്വപ്നം കണ്ടിച്ചിരിക്കുമ്പോൾ അമ്മ ഒരു ദിവസം പറഞ്ഞു, ഇന്ന് ആരെങ്കിലും അപ്പൻ കമ്മ്യൂണിസ്റ്റാക്കിയത് സ്വപ്നം കണ്ടിട്ടായിരിക്കാം അപ്പൻ ചിരിക്കുന്നതെന്ന് അന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്നസെൻ്റ് ഏട്ടാ, ഇന്ന് ആ അപ്പൻ എവിടെയെങ്കിലും ഇരുന്ന് മകൻ്റെ പുതിയ അവതാരത്തിൽ കുളിർക്കെ സന്തോഷിക്കുന്നുണ്ടാവും. ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അതായത് ഇത്രയും പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് താങ്കൾ ഇതുപോലൊരു ഡീവിയേഷൻ, ഒരു വ്യതിയാനമെടുത്ത് ഇന്നൊരു വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വന്നതിൽ ആ അപ്പൻ എവിടെയെങ്കിലും ഇരുന്ന് സായുജ്യം അടയുന്നുണ്ടാവും. തീർച്ചയായിട്ടും. അപ്പൻ ഈ പറഞ്ഞതുപോലെ ഈ അപ്പനൊരു നിശബ്ദ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഞാൻ ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് തന്നെ വരാൻ കാരണത് അപ്പൻ്റെ കൂടെ ഞാൻ പലപ്പോഴും ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പുറത്തുശ്ശേരി, ചെമ്മണ്ട, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ നാടകം ഉണ്ടാവും മീറ്റിംഗ് കഴിയുമ്പോൾ. അപ്പോൾ ഞാനും കൂടെ അപ്പൻ്റെ കൂടെ പോകും. അന്നൊരു അരിക്കിലാമ്പാണ്, ഇന്നിപ്പോൾ നമ്മളതൊന്നും കാണാൻ വരെ വഴിയില്ല. ആ അരിക്കിലാമ്പിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ പോകും, ഞാനും അപ്പനും കൂടെ. അപ്പോൾ അങ്ങനെയാണ് ഈ കലയോടുള്ളൊരു താല്പര്യവും എനിക്ക് കമ്മ്യൂണിസത്തിൽ നിന്ന് തന്നെയാണ് തുടക്കം എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ പള്ളിയായി, അതെ, സ്കൂളായി, പാർട്ടി നാടകങ്ങൾ, അല്ലേ, കലാസാഹിത്യ സംഘങ്ങൾ നടത്തുന്ന നാടകങ്ങൾ, കാളിദാസ കലാകേന്ദ്രം. അതിനേക്കാളും മുമ്പ് തന്നെ ഈ നമ്മുടെ മുകേഷിൻ്റെ അച്ഛനൊക്കെ അഭിനയിക്കുന്ന നാടകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ മുകേഷിനോട് ആ നാടകത്തിൽ ഡയലോഗ് പറയുമ്പോൾ മുകേഷ് ഇങ്ങനെ ആലോചിച്ചിട്ട് ശരിയാണെന്ന് പറയും. അതുപോലെ വിജയരാഘവൻ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്നംപിള്ള, ആ കാലഘട്ടത്തിൽ നമ്മൾ അവരുടെ നാടകങ്ങളൊക്കെ കാണാറുണ്ട്. KPSC നാടകങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. KPSC ലളിതയൊക്കെ അഭിനയിച്ച നാടകം ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അന്ന് ആ കാലഘട്ടത്തിലൊക്കെ. അപ്പോൾ അപ്പനൊരു രാഷ്ട്രീയം മാത്രമല്ല പകർന്നു നൽകിയത്, താങ്കളിലേക്ക് കലയുടെ വിത്തും കൂടി പ്രദാനം ചെയ്തു. കലയുടെ വിത്തും കൂടി ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ അവിടെ ഇരിഞ്ഞാലക്കുടക്കാരൻ ഒരാൾ വന്നിട്ട് ഈ സിനിമയിൽ ഇങ്ങനെ ഇത്രയും കാലം വാഴേണ്ട ഒരു കാര്യമില്ല. പക്ഷെ അന്ന് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ സംസാരം നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കണം എന്നപ്പം പറയും. അതൊക്കെ തുടക്കത്തിലേ വേണ്ടു എന്നും പറയാറുണ്ട്. നമുക്കതൊരു പ്രാക്ടീസായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മുടെ വായിൽ നിന്നും ഒരു തെറ്റായ ഒരു വാക്ക് വരില്ല എന്നാണ് പറയുന്നത്. ജീവിതം മുഴുവനും സൂക്ഷിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് അഭിനയം എന്നേ പറയുള്ളൂ. കാലത്ത് എഴുന്നേറ്റ് ഇന്ന് എൻ്റെ വായിൽ നിന്നൊന്നും വീഴരുത് എന്നല്ല നമ്മൾ പറയണത്. അത് വരില്ല. അത് വരാതിരിക്കണമെങ്കിൽ നമ്മുടെ രക്തത്തിലും അത് ഉണ്ടാവണം എന്നുള്ളതാണ്. അതൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നത് എൻ്റെ പിതാവാണ്. നിസ്സേട്ടാ, ഈ സിനിമ എപ്പോഴും കുറച്ച് സിനിമ ജനങ്ങളുടെ ഇടയിലാണെങ്കിൽ പോലും സിനിമാ പ്രവർത്തകർ അല്ലെങ്കിൽ സിനിമാ അഭിനേതാക്കൾ ജനങ്ങളിൽ നിന്ന് അല്പം മാറിയിട്ടാണ്. ഒരു പക്ഷേ ആൾക്കാർ പറഞ്ഞേക്കാം ദന്തഗോപുരങ്ങളിലാണ് സിനിമാ താരങ്ങൾ വസിക്കുന്നതെന്ന് പറഞ്ഞേക്കാം. താങ്കൾ ഗോപുരത്തിലല്ലെങ്കിലും അതിനേതെങ്കിലും പടിയിലായിരിക്കാം കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ താങ്കൾ ചെലവഴിച്ചത്. പൊടുന്നതിന് താങ്കൾ ജനമനത്തിലേക്ക് വരികയാണ്. ചെറിയൊരു വരവല്ല അത്, ജനങ്ങളുമായിട്ട് എട്ടപ്പഴകി. ഒരു ദിവസം ഒരു പക്ഷേ 1000, 10,000, 15,000, 50,000, 1,00,000 പേരെങ്കിലും താങ്കൾ കാണുന്നുണ്ടാവും നേരിട്ട്. എന്താ വ്യത്യാസം തോന്നുന്നു താങ്കൾക്ക്? അല്ല, അങ്ങനെ പെടുന്നതിന് വരുമ്പോൾ ഉണ്ടാവുന്ന മാറ്റം എന്ന് പറയാനായിട്ട് ഇപ്പോൾ വെയിൽ കൊള്ളുക. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സംഭവം ഒരുപാട് വെയിൽ കൊള്ളണം. നമ്മൾ സൗന്ദര്യത്തിനൊന്നും വലിയ മാറ്റം ഉണ്ട്. സൗന്ദര്യത്തിന് വലിയ മാറ്റമില്ല അല്ലേ? പഴയ വീട്ടിലാരും പറയും പഴയ മുഖകാന്തിയൊക്കെ അതുപോലെ ഉണ്ട്. പഴയ കാന്തി ഉണ്ട്.
അല്ല അപ്പം എന്നോട് അപ്പൊ ഈ ജനങ്ങളിലേക്ക് പെട്ടെന്ന് വരുന്നു, അവരോട് ഇടപഴകുന്നു, അവരോടൊപ്പം ജീവിക്കുന്നു, അവരോടൊപ്പം ഇത്രയും സമയം ചെലവഴിക്കുന്നു. രാവിലെ വെള്ളം കീറുമ്പോൾ ഇറങ്ങി പാതിരാത്രി കഴിഞ്ഞാലും അവരോടൊപ്പം ഉണ്ട്. എന്ത് മാനസികമായ വ്യത്യാസമാണ് താങ്കൾക്ക് അനുഭവപ്പെടുന്നത്? ഒരു വലിയ വ്യത്യാസമുണ്ട്. കുറേ കാലമായിട്ട്, സത്യം വളരെ ഇതായിട്ടുള്ള ചോദ്യം ആണ് എന്നോട് ചോദിച്ചത്. കുറേ കാലമായിട്ട് ഞാനൊക്കെ ആഗ്രഹിക്കുന്നത് ആരും കാണാതെ ഒരു ചായ കുടിക്കാമെന്നാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു സ്ഥലത്തൊരു കാപ്പി കുടിക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടെ കുട്ടികൾ വരുന്ന, അവർ വരുന്ന, ഒരു ഫോട്ടോ എടുക്കണം, അത് വേണം, അതിനിടയിൽ ക്യാമറ. അപ്പോൾ ഈ മനസ്സിന് ഒരു ദോശയാണെങ്കിലും അതൊരു കഴിക്കാനുള്ളൊരു മാനസിക എന്തോ ഒരു, അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും മാറി ഇരുന്ന് എവിടെയെങ്കിലും ചായ കുടിച്ച് പുറത്ത് വരുമ്പോൾ അവരോടൊക്കെ ചിരിച്ച് സംസാരിച്ചിട്ട് തന്നെയാണ് പോകാറുള്ളത്. ഇപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഇറങ്ങി ഇങ്ങനെ ആളുകളുടെ ഇടയിൽ വരികയും സംസാരിക്കുകയും പുറത്തു വന്ന് ചായ കുടിക്കും, പബ്ലിക്കിൻ്റെ ഇടയിൽ നിൽക്കുകയും ചെയ്തപ്പോൾ എനിക്ക് തോന്നുകയാണ് ഞാൻ മറ്റതുപോലെ തന്നെ ആയിരുന്നുവെങ്കിൽ ഈ ജീവിതം എൻ്റെ നഷ്ടപ്പെട്ടു പോയാനേ എന്നാണ്. പുതിയൊരു കണ്ടെത്തലാണ്. അല്ലെങ്കിൽ ഞാനൊരു കുറേ കാലമായിട്ട് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ബന്ധങ്ങൾ, അടുപ്പങ്ങളൊക്കെ ഉണ്ട്. അതല്ലാതെ ഏത് രാജ്യത്ത് ചെന്നാലും എനിക്ക് അവിടെ പബ്ലിക്കായിട്ട് ഇറങ്ങി നിൽക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു മാനസികമായിട്ട്. അതുകൊണ്ട് അങ്ങോട്ട് പോകില്ല എന്നൊക്കെയാണ്. ഇപ്പോൾ അത് 3 ദിവസം കൊണ്ട് 4 ദിവസം കൊണ്ട് അതൊക്കെ പോയി കഴിഞ്ഞു. ആളുകളുടെ ഇടയിൽ നമ്മൾ നിൽക്കുക, ആളുകൾക്ക് കൈ കൊടുക്കുക, കെട്ടിപ്പിടിക്കുക, മറ്റത് അത് ഒരു നാണം മാറുക എന്ന് പറയും. അറപ്പങ്ങ് മാറി. ഇപ്പം എനിക്ക് മനസ്സിലായി ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമില്ല. പ്രശ്നം അത് ഇനിയുള്ള കുറച്ച് കാലം ഇവരൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കും. ഇങ്ങനെ തന്നെയാണ് ഞാൻ ആദ്യം ജീവിച്ചത്. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനൊരു കുഴപ്പം വന്ന് പെട്ടത്. അത് ഉപജീവന മാർഗത്തിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പോൾ ഭയങ്കര മനസ്സമാധാനം. നമുക്കുള്ള ഭയം ഇതാണ്, കുറേ ഈ പെട്ടെന്നുള്ള ആ മാറ്റം. പക്ഷേ ഇന്നലെ കഴിഞ്ഞതൊക്കെ ഇതിപ്പോൾ കഴിഞ്ഞുള്ളൂ എന്ന് തോന്നുന്നു. പ്രായമാണെങ്കിലും, സിനിമയ്ക്ക് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടന്നതാണെങ്കിലും, എൻ്റെ ബിസിനസ്സാണെങ്കിലും, ഞാനിവിടെ ഈ കേരളം മുഴുവനും ഒരു സ്കൂട്ടറായിട്ട് വെയിലത്ത് ചുറ്റി അടിച്ച് നടന്ന ആളാണ്. കുറേ പേർക്കൊന്നും അറിയില്ല. അന്ന് എനിക്കൊരു ബുൾഗാനി താടിയുണ്ട്. ചിലവർ എന്നോട് ചോദിക്കും, നിങ്ങൾ ആ പഴയ ആളാണോ എന്ന് ചോദിക്കും. ബാഗൊക്കെ കൊണ്ടുവന്ന ആൾ. ഞാൻ പറഞ്ഞു അയാൾ തന്നെയാണ് ഇയാൾ എന്ന് പറയാം. പെട്ടെന്ന് ജനങ്ങളുടെ ഗന്ധം, അവരുടെ വേർപ്പിൻ്റെയും അവരുടെ എന്താ പറയുക എണ്ണയുടെയും ഒക്കെ മണം താങ്കളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒപ്പം താങ്കൾ ഇങ്ങനെ ജീവിക്കുകയാണ്. ആ ഒരു മാറ്റം അത് നന്നായി താങ്കൾ ആസ്വദിക്കുന്നു എന്ന് പറയുന്നു. ആസ്വദിക്കുന്നു. കുറച്ചു കാലം മുമ്പ് വേണ്ടിയിരുന്നാണോ ഇത്? കുറച്ച് കാലം മുമ്പ് വേണ്ടിയിരുന്നു എന്ന് വെച്ചാൽ കുറേ കൂടി കാലം, കുറച്ച് കാലങ്ങൾക്ക് മുമ്പായിരുന്നുവെങ്കിൽ എനിക്ക് പണത്തിനോടൊരു ആസക്തി ഉണ്ടാവും. അങ്ങനെ ഒരു ആസക്തി ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഇലക്ഷന് നിൽക്കുമ്പോഴും നമ്മൾ ആലോചിക്കുക കാശടിക്കാൻ എന്താണ് പ്ലാൻ എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരുപാട് പണം എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടല്ല, നമുക്കൊരു ജീവിതം സുഖകരമായി മുമ്പോട്ട് പോകാം. ഇപ്പോൾ സിനിമ ഓസ്കാർ അവാർഡ് മോഹിക്കുന്ന ഒരാളല്ല ഞാൻ. എന്ന് പറഞ്ഞ പോലെ പണം ആവശ്യത്തിനൊക്കെ മതി. കാരണം ഏത് പണക്കാരനും മരിച്ചു പോകുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഉണ്ടാക്കുക ഇപ്പം എനിക്ക് അതിൻ്റെ ഒരു ആവശ്യം തോന്നുന്നില്ല. നമുക്ക് ഉള്ള കാലം കുറച്ച് ആളുകളൊക്കെ ആയിട്ട് ഫ്രണ്ട്ഷിപ്പായി അവർക്കൊക്കെ നല്ലതൊക്കെ ചെയ്യുമ്പോൾ രാത്രി നല്ല ഉറക്കം കിട്ടും. നിസ്വാർത്ഥമായിട്ട് ജനസേവനം നടത്താൻ പറ്റുന്നൊരു സാഹചര്യം താങ്കൾക്കുണ്ട് എന്ന് താങ്കൾക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് താങ്കൾ ഇതുവരെ അങ്ങനെ ബോധ്യപ്പെട്ടു. ഇനി വേറെ ഒരിക്കലും ഞാൻ ഇല്ലാണ്ട് തെണ്ടി നടക്കുന്ന കാലത്ത് വീണ്ടും ഇത് കാണിക്കരുത് നിങ്ങൾ. അതാണ് അന്ന് പറഞ്ഞില്ല, അന്ന് ഇന്നസെൻ്റ് അന്ന് കുറച്ചും കൂടി ഉണ്ടാക്കി വെക്കായിരുന്നില്ലേ എന്ന് ബ്രിട്ടാസ് എന്നോട് ചോദിക്കരുത്. ഒരുപക്ഷെ താങ്കളിപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പം താങ്കൾക്ക് ഈ ജനങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ആവേശം, ശക്തി, ഊർജം, അത് ഒരു ചെറിയൊരു കാര്യമല്ല. അത് അല്ല. ഒരുപക്ഷെ താങ്കളുടെ ഉള്ളിൽ ഒരു രാഷ്ട്രീയ ജീവി എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. രാഷ്ട്രീയ സംഭവവാസങ്ങളോട്, സാമൂഹിക സംഭവവാസങ്ങളോട് താങ്കൾ പരസ്യമായിട്ടല്ലെങ്കിലും മാനസികമായിട്ട് എപ്പോഴും പ്രതിക്രിയ ചെയ്തു പോന്നിരുന്നു. അതുകൊണ്ട് താങ്കൾക്ക് ഒരു സ്വിച്ച് ഓവർ എന്ന് പറയാൻ പറ്റില്ല. താങ്കൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടായിരുന്നു. നമ്മളിവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ ഗതികളുടെ മാറ്റങ്ങൾ കാണുമ്പോഴൊക്കെ നമ്മളിത് ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും ഈ സിനിമയിൽ വന്നതിന് ശേഷം വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളായിട്ടാണ് ഞാൻ രാഷ്ട്രീയത്തെപ്പറ്റി സംസാരിക്കാറുള്ളത്. അതല്ലാത്ത സമയത്തൊക്കെ കൂടെയുള്ളവർ വന്നു കഴിഞ്ഞാൽ അവർ ആകെ വന്ന് പറയാം ഞാൻ ഇന്ന പടത്തിലാണ്, അതിൽ ഇന്ന റോൾ ഉണ്ടായിരുന്നു, അത് തിരക്കില്ല, അതിൽ ഞാനും ദിലീപായിട്ടായിരുന്നു, അതിൽ ദിലീപിൻ്റെ അച്ഛനായിരുന്നു, ഇതല്ലാതെ വേറെ ഒരു കാര്യവും സംസാരിക്കില്ല.
പക്ഷെ ആ സമയത്തും നമ്മൾ കാലത്ത് എഴുന്നേറ്റ് പത്രം വായിച്ച് നമ്മൾ ഇതൊക്കെ സംസാരിക്കുന്ന നടന്മാരും നടികളൊക്കെ അന്നും സിനിമയിലുണ്ട്, ഇന്നും ഉണ്ട്. അല്ല, മലയാള സിനിമയിൽ എക്കാലത്തും ഒരു ഗുണമുണ്ടായെന്ന് വെച്ചാൽ എപ്പോഴും സമൂഹത്തിൻ്റെ ഒപ്പമായിരുന്നു. സാമൂഹിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അതുപോലെ സിനിമയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അവരുടേതായ രാഷ്ട്രീയ വീക്ഷണങ്ങളുണ്ട്. അത് ഒരുപക്ഷെ സിനിമയുടെ ഒരു വ്യവസായ തന്ത്രം കാരണം പുറത്ത് പറയാതെ തന്നെ പക്ഷെ ഉള്ളിൽ വെച്ചിരുന്നു. എനിക്ക് ചോദിക്കാനൊരു കാര്യം, ഇപ്പോൾ പൊതുവെ നമ്മുടെ സമൂഹത്തിൽ അരാഷ്ട്രീയവാദം ഇങ്ങനെ കുറച്ച് വ്യാപകമാവുകയാണ്. രാഷ്ട്രീയത്തോടൊരു എന്താ പറയുക, ഒരു വൈമുഖ്യം. ഒരു പക്ഷേ പുതിയ തലമുറയ്ക്ക് പോലും രാഷ്ട്രീയം അത്ര പറ്റിയ പരിപാടിയല്ല. ആ ഘട്ടത്തിലാണ് ഈ പുതുതലമുറയുടെ വിശ്വാസവും പിന്തുണയും കൂടി ഉള്ള താങ്കളെപ്പോലൊരാൾ സജീവമായ രാഷ്ട്രീയത്തിലേക്ക്, അതായത് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയത്. ഒരു പക്ഷേ അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ അരാഷ്ട്രീയവാദത്തിൽ വന്ന അവിടെ ഏറ്റവും ഒരു പ്രഹരം അതാണ്. താങ്കളെപ്പോലുള്ള ആൾക്കാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് നല്ല സൂചകമായിട്ടാണ് എന്നെപ്പോലുള്ള നിരീക്ഷകർ കാണുന്നത്. അത് ഏത് രാഷ്ട്രീയം എന്നുള്ള ഉദ്ദേശം കൊണ്ടല്ല, രാഷ്ട്രീയം എന്നുള്ള ഒരു പ്രവർത്തനം ഒരുപക്ഷെ അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. അല്ല, പല ആളുകളും നമ്മൾ ഒരു വീട്ടിൽ പോയി ചോദിക്കും, എന്താ ജോലി? പറഞ്ഞു, ഞാൻ ഡോക്ടറാണ്. ഇയാളോ? ഞാനൊരു സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷാണ്. നമ്മളോ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആയിട്ട് ഇങ്ങനെ ആ പറച്ചിലിൽ തന്നെ കുഴപ്പമാണ്. അതാണ് കുഴപ്പം. ഞാൻ ഇന്നതാണ്, രാഷ്ട്രീയമാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, അല്ലെങ്കിൽ ഞാൻ കോൺഗ്രസ്സുകാരനാണ്, ഞാൻ അത് പറയാതെ കിടന്ന് ഉരുളുമ്പോൾ തന്നെ അവർക്ക് എന്തൊരു നാണക്കേടാണ്. ആ നാണക്കേട് ഉണ്ടാവാനുള്ള കാരണം ഇപ്പം പറഞ്ഞതുപോലെ കുറേ പേര് ഇത് ദുരുപയോഗം ചെയ്യുന്നു. ആ ഗ്രൂപ്പിലേക്ക് തന്നെയാണല്ലോ ഇവരൊക്കെ, ഇപ്പം ഞാനായാലും ചെല്ലുന്നത്. അതുകൊണ്ടാണ് പറയാനുള്ള നാണക്കേട്. പിന്നെ ചില സത്യങ്ങൾ തുറന്നു പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവാം. ഇപ്പം രാഷ്ട്രീയത്തിലാണെങ്കിലൊക്കെ ചിലപ്പോൾ നമ്മൾ രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നിൽക്കുമ്പോൾ ചില കാര്യങ്ങളിൽ നമ്മളും മൗനം പാലിക്കേണ്ടി വരും. അതില്ലെങ്കിൽ ചിലപ്പോൾ അവർ അംഗീകരിച്ചില്ല എന്ന് വരാം. ഇതൊക്കെ സാധാരണ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ രാഷ്ട്രീയത്തിലാണ് എന്ന് പറയുന്നൊരു നാണക്കേടായിട്ട് തുടങ്ങിയത് ഇന്നത്തെ യൂത്ത് വിഭാഗത്തിന് മനസ്സിലാവുന്നത് കൊണ്ടാണ് ഇപ്പോൾ ബിട്ടാസ് ഈ പറഞ്ഞതിൻ്റെ കാര്യം. ഒരു കുട്ടിയും എനിക്കൊരു രാഷ്ട്രീയം വേണം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വരുന്നില്ല. അവരുടെ ഒരു മിടുക്കും വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരുപാട് പേര് ഉണ്ട്, പല രാഷ്ട്രീയവും ഒരുപാട് പേര്. അതായത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ അപജയത്തെ നേരിടാൻ രാഷ്ട്രീയത്തിന് മാത്രമേ പറ്റുള്ളൂ. രാഷ്ട്രീയ ശൂന്യത കൊണ്ട് രാഷ്ട്രീയ അപജയത്തെ നേരിടാൻ പറ്റില്ല. ഇല്ല. നല്ല ആൾക്കാർ, പുതിയ ആൾക്കാർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതുകൊണ്ട് മാത്രമേ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനെ നവീകരിക്കാൻ പറ്റുള്ളൂ. ആ ഒരു അർത്ഥത്തിൽ താങ്കളുടെ രാഷ്ട്രീയ പ്രവേശനത്തെ ഞാൻ രാഷ്ട്രീയം നോക്കിയല്ല, ആ പ്രവേശനത്തെ ഞാൻ സ്വാഗതം ചെയ്യും. ഓക്കെ, താങ്ക് യു. ഒരു നന്ദി പറയുന്നില്ലല്ലോ. അല്ല, താങ്ക് യു. ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു. ശരി, ഓക്കെ. മലയാളത്തിൽ, അതായത് എപ്പോഴും എന്നെ കൊച്ചാക്കണം എന്നാണ് ആഗ്രഹം. മലയാളത്തിലല്ലേ നിങ്ങൾ പറയാറുള്ളൂ, പിന്നെ എന്തിനാണ് താങ്ക് യു എന്ന് പറഞ്ഞാൽ? ഞാൻ കുട്ടികളൊക്കെ നല്ല എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് ഇരുന്നോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, പക്ഷെ താങ്കൾ വിദ്യാഭ്യാസപരമായിട്ട് കുറച്ച് പിന്നോട്ടാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം, അല്ലേ? താങ്കൾ ഓക്സ്ഫോർഡിലും മറ്റേ കേംബ്രിഡ്ജിലൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ള സത്യം എനിക്കറിയാലോ. പക്ഷേ നമ്മളൊക്കെ പഠിച്ചത് ഡോൺ ബോസ്കോയിലാണ്. ജീവിത യാഥാർത്ഥ്യത്തിൽ താങ്കൾക്ക് കിട്ടിയത് PhD ആണ്. അതുകൊണ്ടാണ് സലിം കുമാർ പറഞ്ഞത്, 4ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ അല്ല, മറിച്ച് വലിയ ക്ലാസ് പഠിച്ച ആളാണ് ഇദ്ദേഹം ഇരിക്കുന്നത്. അവിടെയാണ് ഇന്നസെൻ്റ് ഏട്ടൻ മറ്റുള്ള ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്. ഞാൻ പണ്ട് ഇതിൻ്റെ ഉണ്ടായ ഒരു സംഭവം എന്ന് പറയട്ടെ. ഞാൻ പണ്ട് ഈ RSPയുടെ മണ്ഡലം സെക്രട്ടറി ആയിട്ടിരിക്കുകയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല, വേറെ ആരും ചേർത്തുമില്ല. ആ സമയത്ത് സുകുമാരൻ എന്ന് പറയുന്ന BEdകാരനൊരു മാഷ് ഫെർണാണ്ടസ് എന്ന് പറഞ്ഞിട്ടൊരാൾ പാർട്ടിയിൽ ചേർത്താൻ വേണ്ടി കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇയാൾക്ക് എന്താ യോഗ്യത? അപ്പോൾ ഈ ഫെർണാണ്ടസ് പറഞ്ഞു, ഈ സുകുമാരൻ മാഷ് ശാസ്ത്രവും ചിന്തയും എന്ന് പറയുന്ന ഒരു വിഷയത്തിൻ്റെ സിമ്പോസിയം ക്രൈസ്റ്റ് കോളേജിൽ നടക്കുകയായിരുന്നു എന്നും അവിടെ 1.5 മണിക്കൂർ ഇദ്ദേഹം പ്രസംഗിച്ച് 1ാം സമ്മാനം കിട്ടിയിട്ടുള്ള ആളാണ് മിസ്റ്റർ സുകുമാരൻ. അപ്പോൾ അദ്ദേഹം നമുക്ക് വേണോ എന്ന് ചോദിച്ചു. അത് നല്ലതല്ലേ?
ഞാൻ പറഞ്ഞു എനിക്കത് ആലോചിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഇയാളെ തിരിച്ചു വിട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഈ ഫെർണാണ്ടസിനെ വിളിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞോടോ ഒരു കാര്യം മനസ്സിലാക്കണം, 1.5 മണിക്കൂറാണ് ശാസ്ത്രവും ചിന്തയും എന്ന് പറയുന്ന വിഷയത്തെപ്പറ്റി അദ്ദേഹം പ്രസംഗിച്ചത്. അങ്ങനെയുള്ള ഒരാളെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവസാനം ഇയാളും മണ്ഡലം സെക്രട്ടറി എന്നുള്ള എൻ്റെ സ്ഥാനവും പോവും, തൻ്റെ സ്ഥാനവും പോവും. അതുകൊണ്ട് അങ്ങനെ പഠിച്ച് മിടുക്കനായിട്ടുള്ള ഒരാളെ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു ഞാൻ. ധാരാളം മിടുക്കനാണ്. എന്നിട്ട് അയാൾ അന്ന് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ കത്തെഴുതി. ഇന്നത്തെ പോലെ മൊബൈൽ ഫോണൊന്നുമില്ല, എന്നെ ഇതിനകത്ത് ചേർത്തിയില്ല എന്ന് പറഞ്ഞു. അന്ന് ഞാൻ അവരോട് ശ്രീകണ്ഠൻ നായർ സാറ് അവരെന്നെ വിളിച്ച് ചോദിച്ചു എന്താ അയാളെ ചേർത്താത്ത. ഞാൻ പറഞ്ഞു അയാളൊരു മാർക്സിസ്റ്റ് ചാരനാന്ന് പറഞ്ഞു. ശരിക്കതല്ല കാര്യം. 1.5 മണിക്കൂറാണ് ശാസ്ത്രവും ചിന്തയെ പറ്റിയിട്ട് അയാൾ സംസാരിച്ചത്. അങ്ങനെ ഒരാളൊക്കെ വന്നാലുള്ള എൻ്റെ സ്ഥിതി. അപ്പോൾ ഇതൊക്കെ പിന്നെ ആലോചിക്കുമ്പോൾ പല സ്ഥലത്തും നമ്മളിത് കാണുന്നുണ്ട്. മിടുക്കരായിട്ടുള്ള പലരും ഭയങ്കരമായിട്ടുള്ള പ്രസംഗങ്ങൾ പ്രസംഗിക്കുമ്പോൾ ചില നേതാക്കന്മാർ ഇവന് അധികം അങ്ങോട്ട് പൊങ്ങേണ്ട കാര്യമില്ല, ഇവിടെ വെച്ച് തന്നെ നുള്ളാം, ഇത് ഞാൻ അന്ന് ചെയ്തു പോയി, അതുകൊണ്ട് ഗുണം കിട്ടിയത് അയാൾ ഹെഡ് മാഷായി പിരിഞ്ഞു. അതല്ലെങ്കിൽ അയാൾ ഗതികെട്ടാതെ, അല്ലെങ്കിൽ അയാൾ ശാസ്ത്രവും ചിന്തയായിട്ട് തന്നെ നടന്നാണ്. ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പണ്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ അത് അതേ ആർജവത്തോടെ നർമ്മത്തോടെ പറയാനുള്ളൊരു മനസ്സുണ്ട്. താങ്കൾ ചെയ്ത കുരുത്തക്കേടുകൾ, കുസൃതിത്തരങ്ങൾ, വികടത്തരങ്ങൾ ഇതൊക്കെ താങ്കൾ പറയും. അത് പറയുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും ഇത് പറയേണ്ട ആവശ്യമുണ്ടോ. പക്ഷേ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ അത് പറയുന്നതുകൊണ്ട് അതിൽ നർമ്മം മാത്രമല്ല, ഒരുപാട് പേർക്ക് ഒരു മനസ്സ് തുറക്കാനും അതുപോലെ ഉൾക്കാഴ്ച കിട്ടാനും ഇത് സഹായകരമാകുന്നുണ്ട്. താങ്കൾ RSPക്ക് വേണ്ടി സംസ്ഥാന സമ്മേളനത്തിന് വേണ്ടി പിരിവെടുക്കാൻ പോയിട്ടുണ്ടല്ലോ? പിരിവെടുക്കാൻ പോയിട്ടുണ്ട്. ചില ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഭീഷണിപ്പെടുത്തില്ല തന്നെ ഞാൻ മറ്റേ കാസർഗോഡേക്ക് വിടുന്ന ഒരാളോട് പറഞ്ഞിരുന്നല്ലോ. പിരിവെന്ന് വെച്ചാണെങ്കിൽ 5000 രൂപയും 10000 രൂപ ഒന്നുമില്ല, 100 രൂപ. ഒരു കാറിൽ തിരുവനന്തപുരം വരെ പോവുക, അത്യാവശ്യം ഭക്ഷണം കഴിക്കുക. അതിനല്ലാണ്ട് എനിക്ക് പറമ്പ് വാങ്ങാനും മറ്റേനൊന്നും കാശ് മേടിക്കാനല്ല. അങ്ങനെ പോയിട്ട് അബദ്ധവും പറ്റിയിട്ടുണ്ട്. ആലുവ അന്ന് അവിടെ ഒരു എൻജിനീയർ ഉണ്ടായിരുന്നു. അയാളുടെ അടുക്ക് ഞാനും നേരത്തെ പറഞ്ഞ ഫെർണാണ്ടസും കൂടി ചെന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് പാർട്ടിക്ക്, അതിന് വേണ്ടി പൈസ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ തരാൻ കാശില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ശമ്പളത്തിൽ നിന്നല്ല ഞാൻ ചോദിക്കണേ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈക്കൂലി കിട്ടണേൽ നിന്നുള്ള കാശാണെന്നുള്ള അർത്ഥത്തിൽ. അത് അയാൾക്ക് ഭയങ്കര ദേഷ്യം. അയാൾ അകത്തേക്ക് പോയി. അകത്ത് പോയി കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചത് കാശ് ഇനി കൊണ്ടുവന്ന് തരുന്ന വിചാരിച്ചേ. ഞാൻ നോക്കിയപ്പോൾ ഇയാൾ കാണാനും ഇല്ല, ഒന്നുമില്ല. അപ്പം ഞാൻ ഇങ്ങനെ കുനിഞ്ഞിങ്ങനെ നോക്കി ഇയാൾ എവിടെയാണെന്നുള്ളത് നോക്കിയപ്പോൾ മന്ത്രി ബേബി ജോണി, ഷിബുവിൻ്റെ അപ്പൻ, ഇയാളെയും ഇയാളുടെ ഭാര്യയുടെ തോളിൽ കൈയിട്ടിട്ടുള്ള ഫോട്ടോ, പാർട്ടിയുടെ നേതാവ്. എനിക്കറിയില്ല ഇത് ഈ മന്ത്രി ബേബി ജോണിന്റെ ബന്ധുവാണെന്ന് അറിയില്ല. അവിടെ നിന്ന് ഞാൻ ഒരു ഓട്ടോ ഓടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരു അബദ്ധം പറ്റിയത് ഞാൻ തുറന്ന് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ എന്നെക്കാളും വലിയ അബദ്ധങ്ങൾ ഇതുപോലെ വേറെ ആൾക്കാർക്ക് പറ്റിയിട്ടുണ്ട്, അവരാരും പറയില്ല, അത്രേ ഉള്ളൂ. അതാണ് ഇന്നസെൻ്റ് ഏട്ടനെ ആക്കണത്. ഈ ജീവിതത്തിൽ പഠിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ താങ്കൾ നമ്മൾ ഇരുന്ന് പണ്ട് സംസാരിക്കുമ്പോൾ താങ്കൾ ഒരു കാര്യം പറയുന്നു, ഒരു ഉണ്ണികൃഷ്ണന് ഭ്രാന്ത് പിടിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ കാര്യം കട്ടപ്പകയാവുന്നു. ഓർമ്മയുണ്ട്. ആ ഉണ്ണികൃഷ്ണന് നല്ല കാര്യം കൊണ്ട് അവൻ ഭ്രാന്ത് പിടിച്ചു, അതല്ലെങ്കിൽ ഞാൻ ചെയ്ത ഒരുപാട് കുരുത്തക്കേടുകൾ അവൻ പുറത്ത് പറഞ്ഞിരുന്നു. അവന് ഭ്രാന്തായി കഴിഞ്ഞിട്ടും അവൻ പലതും പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ എൻ്റെ സുഹൃത്തായിരുന്നു. അത് ഏതോ പെണ്ണുങ്ങളെയൊക്കെ ലൈനടിക്കാൻ പോയ കാര്യമല്ലേ? അങ്ങനെ ഒരു ലൈനടിയൊന്നുമില്ല. ഞാൻ എല്ലാവരോടും പ്രേമമായിരുന്നു. പക്ഷേ ആ പെണ്ണുങ്ങൾക്ക് ആർക്കും അറിയില്ല ഞാൻ അവരെ പ്രേമിക്കുന്നുണ്ട്. അത്ര ഡീസൻ്റ് ആയിട്ടുള്ള പ്രേമമാണ്. ആ സ്കൂളിൽ പഠിക്കുന്ന കാലത്തും നമുക്ക് ഒരു ടീച്ചറുടെ ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ ആ ടീച്ചർ നല്ല ടീച്ചറാണല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും 2 കൊല്ലം കൂടി ഇരിക്കും. മാത്രമല്ല ടീച്ചർ ഞാൻ തമ്മിൽ പ്രായത്തിൽ ഏകദേശം ഒപ്പമാണ്. അത്രയും കാലം പഠിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയാം ഞാൻ ആ സമയത്തുണ്ട്. അല്ല, ഇന്നത്തെ പോലെ പീഡനവും കയറി പിടിക്കലൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു പരിപാടിയില്ല. അങ്ങനെ യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഉണ്ണികൃഷ്ണൻ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന കാര്യം എന്താണെന്നുള്ള കാര്യം പലർക്കും അറിയാൻ ആഗ്രഹമുണ്ട്. അല്ല, അത് ഈ പറഞ്ഞതുപോലെ ഞാൻ വല്ലവരോടും സംസാരിക്കുന്നതോ കാര്യങ്ങളോ വല്ലതൊക്കെ കണ്ടിട്ടുണ്ടോ, വല്ല കുളത്തിൻ്റെ അവിടെയൊക്കെ നിന്നിട്ട്. ഇന്നിപ്പോൾ കമ്പ്യൂട്ടറും മറ്റതും അന്ന് അതൊക്കെയാണ് ഉള്ളത്. ആ കുളത്തിൻ്റെ അവിടെ നിന്നും അവിടെ നിന്ന് കുറച്ച് നേരം നോക്കി ഇങ്ങോട്ട് നോക്കി ഇത്രയേ ഉള്ളൂ. അത് ഈ ഉണ്ണികൃഷ്ണൻ പോയി പറഞ്ഞ വലിയ കുഴപ്പമാണ്.
ഇവന് പ്രാന്തായിപ്പോയി. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞതേ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഉണ്ണികൃഷ്ണന് പ്രാന്തായി. അപ്പം ഞാൻ വെച്ചു വല്ല കുഴപ്പമല്ലോ ഉണ്ടോ? ഇല്ല, അവൻ പഴയ കാര്യങ്ങളാണ് പറയണേന്ന് പറഞ്ഞ ഞാൻ ഒരു കിടപ്പ് വേണം, അല്ലാണ്ട് വേറെ അത് വലിയ സംഭവങ്ങളൊന്നുമില്ല. പരമാവധി അവൻ പറയാൻ പോകുന്ന ഒരു കുളിസിയും കണ്ട കാര്യമായിരിക്കും. അല്ല, ഇപ്പോൾ രണ്ടാമത് പറയിപ്പിക്കുകയാണ് എന്നെ കൊണ്ട്. ഞാൻ കുളിസീനൊന്നും കണ്ടില്ല. ഞാൻ അവർ തേക്കുന്ന സോപ്പ് ഏതാണ് എന്ന് നോക്കി, ഏത് കമ്പനിയുടെ ഏതാണ്.